അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഉണ്ണിയെ ആദ്യമായി കണ്ടവർ, വിവേകമതികളായ കന്യകകളെ പോലെ ജാഗ്രതയോടെ എളിമയോടുകൂടി കാത്തിരുന്നവർ, ദൈവത്തെ ആദ്യമായി കണ്ടെത്തിയ അതിഥികൾ, മുനിഞ്ഞു കത്തുന്ന വിളക്കിന് മുമ്പിൽ കുനിഞ്ഞു നിൽക്കാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കൂട്ടം ജീവിതങ്ങൾ. അതെ, ആട്ടിടയർ ദൈവത്തെ ആദ്യമായി അപ്പത്തിന്റെ ഭവനമായ ബെത്ലഹേമിൽ ചെന്ന് കണ്ടെത്തിയവർ. വചനത്തോളം എളിമയിൽ ജീവിച്ച ഇവരെ പോലെ ആയിത്തീരുവാനായിട്ട് ഈ ക്രിസ്മസ് കാലം നമ്മെ ക്ഷണിക്കുന്നുണ്ട്. ഉണ്ണിയെ കാണാൻ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയവരെ വചനം നമ്മുടെ മുമ്പിൽ തുറന്നു കാണിക്കുന്നുണ്ട്. പരിശുദ്ധ അമ്മ, ഔസേ പിതാവ്, ആട്ടിടയർ, ജ്ഞാനികൾ, ഇങ്ങനെ പോകുന്നു. നിനക്ക് ഉണ്ണിയെ കാണണമെങ്കിൽ എളിമയുള്ള ഹൃദയത്തോടെ അന്വേഷിച്ചിറങ്ങണം. ആട്ടിടയരുടെ ജീവിതം നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവരുടെ അലച്ചിലുകൾക്കും തളർച്ചകൾക്കും ഒടുവിൽ ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ തക്കവിധം അവർ ജാഗ്രതയോടുകൂടി ജീവിച്ചവരാണ്. എന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളിലൂടെയും തകർച്ചകളിലൂടെയും ഒറ്റപ്പെടലുകളിലൂടെയും ഞാൻ യാത്രയാകുമ്പോഴും ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ തക്കവിധം ജാഗ്രതയോടെ വചനത്തിന്റെ സ്വരം കേൾക്കാൻ, വചനമാകുന്ന വഴിയിലൂടെ നടന്നു നീങ്ങുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട്. എളിമയുള്ള ഹൃദയങ്ങൾക്ക് പുൽക്കൂട്ടിൽ ഇടമുള്ളൂ. എളിമയുള്ള ഹൃദയങ്ങൾക്ക് പുൽക്കൂട്ടിൽ ഇടമുള്ളൂ. നിനക്ക് എളിമയുണ്ടാകണമെങ്കിൽ വചനത്തിൽ ആയിരിക്കുവാൻ, വചനത്തിന്റെ വഴിയെ നടന്നു നീക്കുവാനായിട്ട് പരിശ്രമിക്കണം. ഇനി നമ്മുടെ ഊഴമാണ്. അപ്പത്തിന്റെ ഭവനമായ ബെത്ലഹേമിൽ പതിതർക്കും പാവപ്പെട്ടവർക്കും ഒരുപോലെ ഇടമുണ്ട്. അപ്പമായി മാറിയ വചനം മാംസമായി അവതരിച്ച കാഴ്ച. നിന്റെ കാഴ്ചകൾ വിശുദ്ധമാകട്ടെ, നിന്റെ കേൾവികൾ ധന്യമാകട്ടെ, നിന്റെ ഹൃദയം എളിമ നിറഞ്ഞതാകട്ടെ. നമുക്കും പുൽക്കൂട്ടിലേക്ക് ആട്ടിടയരെ പോലെ എളിമയോടുകൂടി കുനിഞ്ഞു കടക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എളിമയുള്ളവർക്കേ പുൽക്കൂട്ടിൽ ഇടമുള്ളൂ എന്ന് ഓരോ ക്രിസ്മസും നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. എളിമയോടുകൂടി ജീവിക്കാൻ, അഹന്തകളില്ലാതെ ജീവിക്കാൻ, മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ ഇടം കണ്ടെത്താനുള്ള കൃപയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.